ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ബന്ദിപ്പൂവിൻ്റെ വിളവെടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല മഴയും കാര്യങ്ങളും ഒക്കെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാനൊന്ന് കാണിച്ചു തരാം. വേണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലെയർ നട്ടിട്ടുണ്ട്, അതുപോലെ ഇവിടെ കുറച്ച് നട്ടിട്ടുണ്ട്, പിന്നെ ഏറ്റവും മുകളിലോട്ടാണ്, പിന്നെ ഇടയ്ക്കാണെങ്കിൽ പച്ചക്കറിയാണ് നട്ടിരിക്കുന്നത്. ഇതേ അവിടെ കണ്ടോ. അപ്പോൾ ഇത് ചെറിയൊരു വെയിൽ കാണുന്നുണ്ട്, എടുത്ത് വെച്ചാൽ വെള്ളമെല്ലാം പോയിരിക്കുള്ളൂ. അപ്പോൾ ഞാനിത് വെട്ടിയെടുക്കട്ടെ, വെട്ടിയെടുത്തിട്ട് ബാക്കി കാണിച്ചു. ഒരു സൈഡ് വഴി പോകുമെന്നാണ് ഒരു പിടിയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ മേലെ തട്ടുന്ന ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു വലിയ കുട്ടയ്ക്ക് ഒരു കുട്ട എടുത്തു. ഇനി നിൽപ്പുണ്ട്, ഇതൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അതേ ഇതൊക്കെ വലിയ പൂവാണെങ്കിൽ ഇനിയുണ്ട് വിരിഞ്ഞ് കവറായി വരാനായിട്ട്. ഇത് ഫുള്ളായിട്ട് വരുമ്പോൾ ഇതല്ല, ഇതേ ഇതുപോലെ ഇരിക്കും. ഇതുണ്ടോ, കുറച്ച് ചെടി ചാഞ്ഞ് അതിൻ്റെ പൂവെല്ലാം ഞാൻ പറിച്ചെടുത്തായിരുന്നു. ഇനി വെയിറ്റ് കൊണ്ട് വരുമ്പോഴത്തേക്കും മൊത്തം മണ്ണിലേക്ക് വീഴും. അപ്പോൾ ഇനി മേല് ഭാഗത്തുണ്ട്, ഇതവിടെ അവിടെയും കൂടെ ഉണ്ട്, അതുകൂടെ എടുക്കട്ടെ. അപ്പോൾ ഇനി ഇവിടെയും കൂടെ കുറച്ചുണ്ട് കേട്ടോ. അതോടെ കഴിഞ്ഞാൽ ഇന്നത്തേക്കുള്ളതായി. ഒത്തിരിയൊന്നും വിരിഞ്ഞ് വന്നിട്ടില്ല, വിരിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പൂവെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ. ഇവിടെ എൻ്റെ കൊച്ചുണ്ടാപ്പിൽ സ്കൂളിൽ പോകുന്ന ടൈമിന് ഇതിനൊക്കെ ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർ കൂടെ ഇങ്ങനെ ഇറങ്ങും. പിന്നെ എന്താ പറയുക, ആന കരിങ്കാട്ടിക്കൊരു ഒരു അവസ്ഥയാവും എല്ലാം കൂടി. പക്ഷെ ഫസ്റ്റ് പൂവ് അവർ തന്നെ എടുത്തത് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. വരുന്നതിന് മുന്നേ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് റെഡിയാക്കി ഉണക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ലാസ്റ്റ് കിട്ടിയതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.